അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഇമാൻ ഷബീർ കർമുക്കില്, പിന്നെ വൈസ് പ്രസിഡന്റ് മുബീന തസ്നി, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാണാത്ത ഒരു സംഭവം കണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ്, സാധാരണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിന് ദുരിതാശ്വാസ നിധി. വലിയ പഞ്ചായത്താ, ചിലപ്പോൾ കാശ് കുറെ ആവശ്യം ഉണ്ടാവും, കുറെ ദുരിതാശ്വാസം വേണ്ടി വരും അല്ലെ. അല്ല പ്രസിഡന്റ്, ഈ സംഭവം എന്താണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി വേറെ എവിടെയും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും ഇങ്ങനെ ദുരിതാശ്വാസ ഫണ്ടൊക്കെ ആവശ്യമുള്ളൊരു പഞ്ചായത്താണോ ഇത്? അതെ, ഇത് മുഖ്യമന്ത്രിക്ക് ഉള്ളതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ ദുരിതാശ്വാസ നിധി ഉണ്ട്. അത് കുറെ കാലം മുമ്പ് തന്നെ ഉണ്ട്, പക്ഷെ അത് ആരും ഓപ്പൺ ആക്കിയിട്ടില്ല. നമ്മളിപ്പോ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് ഇത് നമുക്കിപ്പോ നമ്മളെ ഫണ്ടില് 5.5 കോടി 6 കോടിയൊക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ചെലവാക്കാൻ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ടുള്ള ചെലവാക്കാൻ പറ്റുക. അപ്പൊ ഇവിടെയുള്ള രോഗികൾ, ക്യാൻസർ, കിഡ്നി രോഗികൾക്കൊക്കെ ഒരു അടിയന്തര സഹായം എന്ന നിലയിൽ ഈ മെമ്പർമാര് മുഖാന്തരം ലെറ്റർ തന്ന് അത് നമ്മൾ ഒരു ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവരികയാണ്. അതിലേക്ക് ഫണ്ട് ഏകദേശം 10 ലക്ഷം രൂപ ആയാലുള്ള ഇത് തുടങ്ങാൻ പറ്റുക. ഏകദേശം 100 ചില്ലാനം ക്യാൻസർ രോഗികളും 40 ചില്ലാനം 49ഓളം ഡയാലിസിസ് രോഗികളും ഉണ്ട്. അവർക്കൊരു കൈത്താങ്ങാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ ദുരിതാശ്വാസ നിധി. പലരും നമ്മോട് പറയും, ഇതിങ്ങനെ മേശപ്പുറത്ത് കാണുമ്പോൾ ചിലർ 5000 ഇടും, ചിലർ 500 ഇടും, ചിലർ 25,000 ഇടും. അങ്ങനെ കുറെ ആൾക്കാർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളെ മെമ്പർമാരെ ഓണറേറിയം കുറെ മെമ്പർമാർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങളൊരു പബ്ലിസിറ്റി വല്ലാതെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇപ്പൊ കുടുംബശ്രീ 75,690 രൂപ നമുക്ക് അവർ പിരിച്ചു. അവർ 10 രൂപ 20 രൂപ ഒക്കെ ഇട്ടത്. ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. അത് കേരളത്തിൽ ഉടനീളം മറ്റു മെമ്പർമാരൊക്കെ, പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരൊക്കെ നടപ്പാക്കി ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതി. ഇതിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇതിലേക്ക് സ്കാൻ ചെയ്തോ ഒക്കെ പണം വരുന്നു. അത്യാവശ്യം ഒരു 10 ലക്ഷമൊക്കെ ആയോ? ഇല്ല, തുടങ്ങുന്നു. അപ്പൊ ഈ പണം വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ചെലവഴിക്കപ്പെടുക? ഇത് രോഗികൾ ദുരിതം ബാധിക്കുന്നവർക്ക് എത്തിക്കുക, അതിന് സർക്കാരിൻ്റെതായ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായ കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ടായിരിക്കും. ഇത് നമ്മൾ നല്ല പഠിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതിനൊരു പ്രസിഡന്റും സെക്രട്ടറിയും ഒരു മെമ്പറും അടങ്ങുന്ന ഒരു സമിതിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ 24 മെമ്പർമാരും അടങ്ങുന്ന ബോഡിയിൽ ഇത് പാസ്സാക്കി, അവർ അപേക്ഷ തന്നാൽ പരസ്യമായി അത് പാസ്സാക്കി അക്കൗണ്ട് വഴി സ്വീകരിക്കുകയും അക്കൗണ്ട് വഴി തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഏത് കൊച്ചുകുട്ടികൾക്ക് വന്നാലും പരിശോധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടിയാണ് ഈ ദുരിതാശ്വാസ നിധി കൊണ്ട്. ചോദിക്കാൻ കാരണം, പിന്നീട് കുറച്ചു കാലങ്ങൾക്കപ്പുറം പഞ്ചായത്ത്, അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ ലക്ഷങ്ങൾ പിരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മുന്നോടിയായിട്ട് ഇപ്പോഴേ ഒന്ന് പറഞ്ഞു വെച്ചേക്കാലോ, സുതാര്യമായിരിക്കും. സമരത്തിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്, എന്തൊക്കെ വീണ്ടും വരാം ഇങ്ങനെ വല്ല ഈ പണങ്ങൾക്ക് സുതാര്യമാണോ എന്ന 100% സുതാര്യം. നിങ്ങൾക്ക് പരിശോധിക്കാം, ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാം. അത് വെറുതെ ഇങ്ങനെ പരിശോധിക്കാന്നല്ല, അതിന്റെ രേഖകളൊക്കെ ഇവിടെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പരസ്യം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ തന്നെ അറിയിക്കും, ജനങ്ങളെ അറിയിക്കും. ഇതൊരു നല്ല കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ ഈ പഞ്ചായത്തിൽ തന്നെയാണ് ഒരുപാട് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ബഡ് സ്കൂള്, അത് ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അത് പൂർത്തീകരിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, അതുകൂടാതെ ഭിന്നശേഷിക്കാരായ ആളുകൾ ഒരുപാട് പേരുണ്ട്, സാമ്പത്തിക സഹായം അർഹിക്കുന്നവർ. അപ്പൊ അവർക്കൊക്കെ ഇതൊരു വലിയ ഉപകാരവുമാണ്. അപ്പോൾ ഇതൊരു വലിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതിങ്ങനെ ഈ 5 വർഷം കൊണ്ടല്ല, തുടർന്ന് പിന്നീട് വരുന്നവർക്ക് കൊണ്ടുപോകാവുന്ന തരത്തിൽ ഇത് അങ്ങനെയൊക്കെ ക്രമീകരിച്ച് വെക്കുമല്ലോ അല്ലെ. അതൊരു ടീം വർക്കിന്റെ ഭാഗമാണ്. നമ്മൾ പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഇരുന്നാലും ഒന്നും നടക്കൂല. ഇവിടെ മെമ്പർമാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ വ്യാപാരികള്, വിദ്യാർത്ഥികള്, കുടുംബശ്രീ പ്രവർത്തകര്, മറ്റേ ആശാവർക്കർമാർ എല്ലാവരും ഒരുമിച്ച് ഇരുത്തി കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ടീം വർക്കാണ്. അത് എല്ലാവരും ഉണ്ട് ഇതില്. ഭരണകക്ഷി അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് ദുരിതാശ്വാസ നിധി. ഇത് സമാഹരിക്കുന്നത് സുതാര്യമാണ്, ആർക്കും എങ്ങനെയും പരിശോധിക്കാം. മാത്രമല്ല ഈ പഞ്ചായത്തിൽ ദുരിതമനുഭവിക്കുന്ന രോഗികളായിക്കോട്ടെ ആർക്കായിക്കോട്ടെ സഹായം എത്തിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് തുടക്കം കുറിക്കുക എന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് മത്സരിക്കുന്ന സമയത്ത് തന്നെ ഷബീർ കർമുക്കിൽ ഇങ്ങനെ കുറെ ആശയങ്ങളൊക്കെ ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് പിന്നീടുള്ള തലമുറയ്ക്ക് ഓർത്തിരിക്കാൻ, ഞങ്ങൾക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഓർത്തിരിക്കാൻ ഇത് ഒരു തുടക്കമാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്.
ജബാർ വേണാട്ട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.